എന്താണ് ഈ കണ്ടീഷൻസ് ഓഫ് ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞാൽ? മക്കളെ ഇങ്ങനത്തെ ഒരു സെന്റൻസ് വന്നാൽ ഇഫ് ഐ വർക്ക് ഹാർഡ് ഐ വിൽ സക്സീഡ്. ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്താൽ ഞാൻ സക്സീഡ് ചെയ്യും. അപ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട് ഇവിടെ. വെറുതെ ഞാൻ സക്സീഡ് ചെയ്യുന്നതാണോ പറയുന്നത്? അല്ല, ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്താൽ ഞാൻ സക്സീഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെ കണ്ടീഷൻ വെച്ചുള്ള അല്ലെങ്കിൽ ഇഫ് ഐ ഡു ദാറ്റ്, ഇഫ് ഐ ദാറ്റ് എന്ന് പറഞ്ഞ കണ്ടീഷൻ വെച്ചുള്ള സെന്റൻസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അതിന്റെ പേരിൽ തന്നെ ഉണ്ട്, കണ്ടീഷണൽസ് എന്ന് വിളിക്കുക. എന്ത് വിളിക്കുക മക്കളെ? കണ്ടീഷണൽസ് അഥവാ ഇഫ് ക്ലോസ് എന്ന് വിളിക്കുക. ഇനി കണ്ടീഷൻസ് സംഭവം സിമ്പിൾ ആണെങ്കിലും ഇതിന് കുറച്ച് നിയമങ്ങൾ അറിഞ്ഞില്ലേ പണി പാടും. നിങ്ങൾ ഈ വർഷത്തെ മോഡൽ എക്സാമിന് നിങ്ങളൊരു ചോദ്യം കണ്ടിട്ടുണ്ടാവും, പലർക്കും അത് കണ്ടീഷനാണെന്ന് മനസ്സിലായിക്കുക. അപ്പൊ നിയമങ്ങൾ അറിഞ്ഞില്ല പണി പാടും. കാരണം നോക്കിക്കുക, വർക്ക് വരുമ്പോൾ ഐ വില്ല് വന്നു, വർക്ക്ഡ് എന്ന് പറയുമ്പോൾ ഐ വുഡ് എന്ന് വന്നു, ഹാഡ് വർക്ക്ഡ് വന്നപ്പോൾ വുഡ് ഹാവ് എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു മാനദണ്ഡം എന്താണ് എന്നുള്ള കാര്യം പെട്ടെന്ന് നമുക്കോട് മനസ്സിലാക്കാം. അത് മനസ്സിലായി കഴിഞ്ഞാൽ തീർന്നു. ഓക്കെ, അപ്പൊ മക്കളെ 3 ടൈപ്പ് ഓഫ് കണ്ടീഷൻസ് ആണ് ഇവിടെ പറഞ്ഞ പോലെ തന്നെ 3 ടൈപ്പുള്ള 3 ടൈപ്പ് നമ്മൾ പഠിച്ചാൽ തീർന്നു. പിന്നെ വേറെ ടൈപ്പും ഇല്ല. ഫസ്റ്റ് ടൈപ്പ് കണ്ടീഷൻ നമ്മൾ വിളിക്കും ഫസ്റ്റ് കണ്ടീഷണൽ. അത്രേ ഉള്ളൂ, ഫസ്റ്റ് കണ്ടീഷൻ. എന്താണ് ഈ ഫസ്റ്റ് കണ്ടീഷണൽ? ഇഫ് ഐ വർക്ക് ഹാർഡ് ഐ വിൽ സക്സീഡ്. അതായത് ഇഫിന്റെ കൂടെ വർക്ക് എന്ന് പറഞ്ഞാൽ എന്ത് ടെൻസ് ആണ് മക്കളെ? വർക്ക് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്. കാരണം വർക്ക്ഡ് എന്ന് പറഞ്ഞാലാണ് പാസ്റ്റ് ടെൻസ്, വർക്ക് പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ ഇഫിന്റെ കൂടെ പ്രസന്റ് ടെൻസ് വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് എന്താ വരുന്നത്? വില്ല് വരുന്നുണ്ട്. വില്ല്. പിന്നെ വേർബ്, സക്സീഡ് എന്ന് പറഞ്ഞ വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് വരുന്നത്, V1 ഫോം ആണ്. അതായത് സാധാരണ ഫോം. സക്സീഡഡ് എന്ന് വേണ്ട, സക്സീഡ് മതി. ഓക്കെ, ഇഫ് ഐ വർക്ക് ഹാർഡ് ഐ വിൽ സക്സീഡ്. പ്രസന്റ് വന്നു കഴിഞ്ഞാൽ ഇഫിന്റെ കൂടെ അപ്പുറത്ത് വില്ല് വരും. ഒരു എക്സാമ്പിൾ നോക്കാം, ക്വസ്റ്റ്യൻസ് നോക്കാം. ഇഫ് ഐ ഗെറ്റ് സിക്ക് ഐ ഡാഷ് ടു ദി ഡോക്ടർ. പറ മക്കളെ, ഇഫിന്റെ കൂടെ എന്താണ് വന്നിരിക്കുന്നത്? വേർബ് ഏതാ നോക്കണം. സിക്ക് അല്ല, വേർബ് ഗെറ്റ് സിക്ക്. ഇഫ് ഐ ഗോട്ട് സിക്ക് എന്നല്ല പറഞ്ഞത്, ഇഫ് ഐ ഹാഡ് ഗോട്ടൺ എന്നല്ല പറഞ്ഞത്, ഇഫ് ഐ ഗെറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഗെറ്റ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണല്ലോ സാർ. പ്രസന്റ് ടെൻസ് ആണ് ഇഫിന്റെ കൂടെ വരുന്നെങ്കിൽ അപ്പുറത്ത് എന്ത് വരണം? വുഡ് വരണോ? വേണ്ട, ഐ വില്ല് മതി. ഐ വില്ല് അവിടുത്തെ വേർബിന്റെ ഫസ്റ്റ് ഫോം തന്നെ. ഫസ്റ്റ് ഫോം ഗോ. സാർ ഇങ്ങനെ ഫസ്റ്റ് ഫോം മനസ്സിലാക്കുക മക്കളെ. എപ്പോഴും ബ്രാക്കറ്റിൽ കൊടുക്കുന്ന ഫോം എന്തായിരിക്കും? ഫസ്റ്റ് ഫോം തന്നെ ആയിരിക്കും. കാരണം ആലോചിച്ച് നോക്ക്, V1 V2 V3. ഗോ എന്ന് പറഞ്ഞ വേർബിന്റെ ഫസ്റ്റ് ഫോം ഗോ തന്നെയാണ്. അപ്പൊ സാർ സെക്കൻഡ് ഫോം എന്തായിരിക്കും? പാസ്റ്റ് ടെൻസിലെ ആണ് സെക്കൻഡ് ഫോം. ഐ പോയി, ഞാൻ പോയി. ഐ വെന്റ്. ഐ ഗോഡ് എന്നല്ലല്ലോ, ഐ വെന്റ് എന്നാ പറയാ, ഐ വെന്റ്. സാർ മൂന്നാമത്തെ ഫോം എന്തായിരിക്കും? മൂന്നാമത്തെ ഫോം എന്താ സംഭവം മക്കളെ? ഈ ഹാഡോ ഹാസോ ഹാവിന്റെ കൂടെ നിങ്ങൾ വേർബ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുക? ഐ ഹാഡ് ഗോ എന്നാണോ പറയാ, വെന്റ് എന്നാണോ പറയാ? മൂന്നാമത്തെ ഒരു സാധനം ഇല്ലേ, ഗോൺ എന്ന് പറഞ്ഞ സാധനം, അവനാണ് മൂന്നാമത്തെ ഫോം. നമുക്ക് ഇവർ രണ്ടുപേരെയും വേണ്ട, നമുക്ക് ആരെ മതി? നമുക്ക് ഇവർ രണ്ടുപേരും വേണ്ട, നമുക്ക് V1 മാത്രം മതി. നമുക്ക് ഗോ എന്ന് എഴുതി വെച്ചാൽ മതി. ഐ വിൽ ഗോ. ഓക്കെ, ഇഫ് ഹി അറൈവ്സ്. അറൈവ്ഡ് എന്നല്ല പറഞ്ഞത്, ഹാഡ് അറൈവ്ഡ് എന്നൊന്നും അല്ല പറഞ്ഞത്, അറൈവ്സ് എന്നാ പറഞ്ഞത്. പ്രസന്റ് ടെൻസ് ആണ്. അപ്പം അപ്പുറത്ത് എന്ത് വേണം? വില്ലിടുക. പിന്നെ വേർബിൻ്റെ കോളാണ് വേർബ്, ഫസ്റ്റ് ഫോം ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ഫോം എന്നാൽ കോൾ തന്നെയാണ്. ഫസ്റ്റ് ഫോം കോൾ ആണ്. സെക്കൻഡ് ഫോം എന്തായിരിക്കും? V2 ഫോം. കോൾ ചെയ്തു, പാസ്റ്റ് ടെൻസിൽ കോൾഡ്, ഐ കോൾഡ് ഹിം. മൂന്നാമത്തെ ഫോം എന്തായിരിക്കും? ഐ ഹാഡിന്റെ കൂടെയോ അല്ല ഹാവിന്റെ കൂടെയൊക്കെ എന്താ വരിക? ഹാഡ് കോളൻ എന്നില്ലല്ലോ ഇവിടെ. ഗോൺ പോലെ കോളൻ എന്ന് പറഞ്ഞ വാക്കില്ല. അപ്പം എന്തിനാണ് മനസ്സിലാക്കാം? കോൾഡ് തന്നെയാണ്. മിക്ക സമയത്തും ഈ V2ഉം V3യും സെയിം ആയിരിക്കും മിക്ക സമയത്തും. വല്ലപ്പോഴും ഈ വെന്റും ഗോൺ എന്നുള്ള ഡിഫറൻസ് ഒക്കെ വരുള്ളൂ. ഓക്കെ, മൂന്നാമത്തതും കോൾഡ് തന്നെയാണ്. പക്ഷെ നമുക്ക് ആ രണ്ടും വേണ്ട, നമുക്ക് വേണ്ടത് ഫസ്റ്റ് ഫോം തന്നെയാണ്. എന്നാലും ഞാൻ എന്താ പറഞ്ഞത് എന്തിനാ? നമുക്ക് ഇനി വരുന്ന ചോദ്യങ്ങൾക്ക് കുറച്ച് ആവശ്യം വരും. ഓക്കെ, എനിവേ, ഇഫ് ഇറ്റ് റെയിൻസ്. റെയിൻഡ് എന്നല്ല പറഞ്ഞത്, ഹാഡ് റെയിൻഡ് പറഞ്ഞത്, റെയിൻസ് എന്നാണ് പറഞ്ഞത്. പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ അപ്പുറത്ത് എന്ത് വരും? ഐ വിൽ എഴുതി വെക്കാം. വേർബ് ഡ്രൈവ് ആണ്, ഡ്രൈവിന്റെ ഫസ്റ്റ് ഫോം ഡ്രൈവ് തന്നെയാണ്. എന്നാൽ മക്കളെ ഫസ്റ്റ് ഫോം ഡ്രൈവ് ആണ്, സെക്കൻഡ് ഫോം എന്തായിരിക്കും? ഞാൻ ഓടിച്ചു, ഐ ഡ്രൈവ്ഡ് എന്ന് നമ്മൾ പറയില്ല. ഐ ഡ്രോവ് യെസ്റ്റർഡേ. ഐ ഡ്രോവ് ദി കാർ യെസ്റ്റർഡേ എന്ന് നമ്മൾ പറയാം. മൈക്ക് പോയോ? മൈക്ക് ഇപ്പൊ ഓക്കെ അല്ലേ? ഇടയ്ക്കൊന്ന് പോയതല്ലേ ഉള്ളൂ. ഇപ്പൊ ഓക്കെ അല്ലേ മക്കളെ? ഇപ്പൊ ഓക്കെ ആണോ? മൈക്ക് ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, റെഡി, സെറ്റ്. ഹാഡിന്റെ കൂടെയോ ഹാവിന്റെ കൂടെയോ എന്താ വരിക? ഐ ഹാഡ് ഡ്രൈവ് വരില്ല, ഐ ഹാഡ് ഡ്രോവ്. ഐ ഹാഡ് വേറൊരുത്തരുണ്ടല്ലോ,
ഡ്രിവൺ ഡ്രിവൺ. അതാണ് മൂന്നാമത്തെ ഫോം. അതിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല, എങ്കിലും ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പം ഫസ്റ്റ് കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? ഇഫിന്റെ കൂടെ പ്രസന്റ് വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് വില്ലും വേർബിന്റെ ഫസ്റ്റ് ഫോം വരുന്ന കാര്യം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ എന്നൊരു മെസ്സേജ് അങ്ങോട്ട് ഇടുക. നമുക്ക് എന്ത് ചെയ്യാം? പരിപാടി മുന്നോട്ട് കൊണ്ടുപോവാം. രണ്ടാമത്തെ കണ്ടീഷൻ, അതിന്റെ പേരെന്താ? സെക്കൻഡ് കണ്ടീഷൻ. സിമ്പിൾ പേര്. ഇഫ് ഐ വർക്ക്ഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ് സാർ, വർക്ക് എന്നല്ല, വർക്ക്സ് എന്നൊന്നല്ല, വർക്ക്ഡ്, കഴിഞ്ഞ കാര്യം. അങ്ങനെയാണ് എന്താ സംഭവിക്കുക? അപ്പുറത്ത് എന്താ വന്നിരിക്കുന്നത്? ഐ വില്ലല്ല, വില്ലിന് പകരം വുഡ്. പിന്നെ വേർബിന്റെ ഇവിടെ കൊടുത്തിരിക്കുന്ന തെറ്റാണ്. വേർബിന്റെ സക്സീഡ് തന്നെ മതി, അതായത് V1 ഫോം തന്നെ മതി. വേർബിന്റെ V1 ഫോം തന്നെ മതി. എന്താണ് മക്കളെ? മൈക്കിന്റെ പൊസിഷൻ ആണ് പ്രശ്നം. ഓക്കെ ഡോണ്ട് വറി. ഒരു കാര്യം ചെയ്യാം, മൈക്കിന്റെ പൊസിഷൻ ഓടെ നമുക്ക് ഉള്ളിലേക്ക് കയറ്റാം. അത് നിങ്ങൾ ഒന്ന് എനിക്ക് സമയത്താ, ഞാനിത് റെഡി ആക്കിയിട്ട് മുന്നോട്ട് പോവാം. അങ്ങനെ ഇപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ എടുത്താൽ ശരിയാവുമല്ലോ. ഞാൻ മൈക്ക് ഒളിപ്പിച്ച് വെച്ചു ഉള്ളിൽ. ഇനി ശരിയാവേണ്ടതാണ്. ശരിയായെങ്കിൽ യെസ് സാർ ശരിയായെന്ന് പറഞ്ഞു. ഓക്കെ, ഇതെൻ്റെ ചെസ്റ്റ് മസിലല്ല, മൈക്കിനെ പൊന്തി നിൽക്കുന്ന കേട്ടോ അവിടുന്ന്. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, എക്സാർ ജിമ്മിലൊക്കെ പോയിട്ട് ഇത്ര ചെസ്റ്റ് മസിൽ ഉണ്ടാക്കി. ഓക്കെ, ഒന്നുമില്ല. ഇഫിൻ്റെ കൂടെ പാസ്റ്റ് വന്നാൽ വർക്ക്ഡ് എന്ന് വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് എന്താ വരിക? വില്ലിന് പകരം വുഡ് വരും. വേർബ് അതുപോലെ നിൽക്കും, ഫസ്റ്റ് ഫോമായി നിൽക്കും. ഇഫ് ഐ വർക്ക്ഡ് ഹാർഡ്, ഐ വില്ലിന് പകരം വുഡ് സക്സീഡ്. ഇഫ് ഐ ന്യൂ ഹർ നെയിം, നോ എന്നല്ല, ന്യൂ ആണ്. ന്യൂ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, പാസ്റ്റ്. അങ്ങനെയാണ് അപ്പുറത്ത് എന്ത് വരിക? ഐ വുഡ്. ഐ വില്ലല്ല, ഐ വുഡ് തന്നെ വരണം. വേർബ് ടെല്ലിൻ്റെ ഫസ്റ്റ് ഫോം തന്നെ മതി. സാർ അപ്പോൾ ടെല്ലിൻ്റെ 3 ഫോം പറ. ടെല്ല് ഓൾറെഡി പറഞ്ഞെങ്കിൽ ഐ ടോൾഡ് ഹിം യെസ്റ്റർഡേ. ഐ ഹാവ് ടോൾഡൻ ഒന്നല്ലല്ലോ, ഐ ഹാവ് ടോൾഡ് മതി, അതും ടോൾഡ്. ഹാവോ ഹാഡിൻ്റെ കൂടിയും ടോൾഡിൻ്റെ വരും. അപ്പോൾ V3 ഫോമും ടോൾഡാണ്. ഓക്കെ, റെഡി ആണോ മക്കളെ? സെറ്റാണ്. അങ്ങനെയാണ് ചോദ്യങ്ങൾ ചെയ്യുക, അപ്പോൾ മനസ്സിലാവും കൂടുതൽ. ഇഫ് ഐ വാക്ക്ഡ് എവറി ഡേ ഐ ഡാഷ് മോർ ഫിറ്റ്. ഇഫ് ഐ വാക്ക്ഡ് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പുറത്ത് എന്താ വരിക? ഒന്നുമില്ല, വില്ലിന് പകരം വുഡ് എഴുതിയാൽ മതി. നേരത്തെ വില്ലല്ലേ എഴുതി, ഇപ്പോൾ വുഡ് എഴുതുക. വുഡ്. വേർബ് എന്താ? ബി ആണ്. ബീൻ്റെ ഫസ്റ്റ് ഫോം ബി തന്നെയാണ്. ഐ വുഡ് ബി മോർ ഫിറ്റ്. കഴിഞ്ഞു. ഐ വുഡ് ബി മോർ ഫിറ്റ്. സെറ്റാണ്, ബുദ്ധിമുട്ടില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് ഹി ട്രൈഡ് ഹാർഡർ. ട്രൈസ് എന്നല്ല പറഞ്ഞ്, ട്രൈഡ്. പാസ്റ്റ് ടെൻസ് ആണ് വേർബ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പുറത്ത് എന്താ വരിക? ഒന്നും ആലോചിക്കാനില്ലേ, വുഡ് എന്ന് എഴുതാം. ആദ്യം തന്നെ പാസ്റ്റ് ടെൻസ്. ഇഫിൻ്റെ കൂടെ പാസ്റ്റ് ടെൻസ് കണ്ടാൽ ഉറപ്പിച്ചോ മക്കളെ, അപ്പുറത്ത് നിങ്ങൾ വുഡ് അങ്ങോട്ട് എഴുതി വെക്കുക. എന്നിട്ട് വേർബിൻ്റെ ഫസ്റ്റ് ഫോം, റീച്ചിൻ്റെ ഫസ്റ്റ് ഫോം റീച്ച് തന്നെയാണ്. റീച്ചിൻ്റെ ഫസ്റ്റ് ഫോം റീച്ച്ഡ് ആണ്. രണ്ടാമത്തെ ഫോം. മൂന്നാമത്തെ എന്താണ്? ഹാഡ്, റീച്ച്ഡ്. റീച്ച്ഡ് ഹാഡിൻ്റെ കൂടെയോ ഹാവിൻ്റെ കൂടെയോ ഒക്കെ റീച്ച് തന്നെയാണ് വരിക. ഓക്കെ. ഐ ഡാഷ് ദീ ഷൂസ് ഇഫ് ദേ ഫിറ്റഡ്. സൂക്ഷിക്കണം, ഇവിടെ ഇഫ് അവസാനമാണ് ഇരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇഫ് ഫസ്റ്റിന് എങ്ങനെ വരണമെന്നുണ്ടോ? ഇല്ല, ഇഫ് വേണമെങ്കിൽ അവസാനമൊക്കെ വരാം. നമ്മൾ നോക്കേണ്ടത് ഇഫിൻ്റെ കൂടെ ആരാണെന്നാണ്. ഇഫിൻ്റെ കൂടെ ആരാളുള്ളത്? ഇഫിൻ്റെ കൂടെ ഫിറ്റഡ് ആണുള്ളത്. ഇഫിൻ്റെ കൂടെ ഫിറ്റഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണ്, ഫിറ്റ്സ് എന്നല്ല പറയുന്നത്, ഫിറ്റഡ്. പാസ്റ്റ് ആണെങ്കിൽ ഐ വുഡ് എന്ന് എഴുതുക. ബൈൻ്റെ ഫസ്റ്റ് ഫോം എന്താണ്? ബൈ തന്നെയാണ്. രണ്ടാമത്തെ ഫോം ബോട്ട്, മൂന്നാമത്തെ ഫോമും ബോട്ട് തന്നെ. ഐ ഹാഡ് ബോട്ട്, ഐ ബോട്ട്. ഫസ്റ്റ് ഫോം ബൈ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ബൈ എന്ന് എഴുതി. ഇത്രയേ ഉള്ളൂ സംഭവം. രണ്ടാമത്തെ കണ്ടീഷനിൽ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയുക. മൂന്നാമത്തെ കണ്ടീഷനിലേക്ക് പോകാം. അതിൻ്റെ പേരെന്താണ്? അതും തേർഡ് കണ്ടീഷൻ എന്നാണ്. മൂന്നാമത്തെ കണ്ടീഷനിൽ പ്രത്യേകതയുള്ളൂ. ഇഫ് ഐ വർക്ക്ഡ് എന്ന് വരെ വരുന്നത് ഹാഡ് വർക്ക്ഡ് എന്നാണ്. അന്ന് സംഭവം ഹാഡ് വർക്ക്ഡ്. മക്കളെ, ഈ ഹാഡ് പിന്നെ വേർബിൻ്റെ എപ്പോഴും ഹാഡിൻ്റെ കൂടെ എന്താ വരിക? ഹാഡ് ആസ് ഹാവിൻ്റെ വേർബിൻ്റെ മൂന്നാമത്തെ ഫോം വരിക. അപ്പോൾ ഈ ഹാഡും ഈ സാധനവും വന്നു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ എന്താ വിളിക്കുക? നമ്മൾ PP എന്ന് വിളിക്കും. PPൻ്റെ ഫുൾ ഫോം പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. PP എന്താണ് മക്കളെ? PP, പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് സാർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഹാഡ് വന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പിച്ചോ. ഹാഡ് വർക്ക്ഡ്, ഹാഡ് പ്ലേഡ്, ഹാഡ് ഡ്രിവൺ. ഓക്കെ, ഹാഡ് വന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ആരുടെ കൂടെ വരണം? ഇഫിൻ്റെ കൂടെ വന്നാൽ. അങ്ങനെയാണ്. അപ്പുറത്ത് എന്ത് വരും? അപ്പുറത്ത് നോക്കിയാൽ വുഡ് ഹാവ് സക്സീഡഡ്. വുഡും ഉണ്ടാവും, ഹാവും ഉണ്ടാവും. വേർബിൻ്റെ ഒന്നുമല്ല രണ്ടുമല്ല മൂന്നാമത്തെ ഫോം ഉണ്ടാവും. എന്തൊക്കെ ഉണ്ടാവും? വുഡ് ഉണ്ടാവും, ഹാവ് ഉണ്ടാവും, വേർബിൻ്റെ മൂന്നാമത്തെ ഫോം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് യു ഹാഡ് പ്ലേഡ്. മക്കളെ, ഹാഡ് പ്ലസ് വേർബിൻ്റെ മൂന്നാമത്തെ ഫോം ഒന്ന് നോക്കുക.
ഹാഡും വന്നു, വേർബിന്റെ മൂന്നാമത്തെ ഫോം പ്ലേന്റെ മൂന്നാമത്തെ ഫോം പ്ലേഡ് ആണ്. നിങ്ങൾ മൂന്നാമത്തെ ഫോം ആണോ നിങ്ങൾ നോക്കണ്ട. ഹാഡ് വന്നാൽ തന്നെ ഉറപ്പിച്ചോ PP ആണ്. PP ആണ്. അപ്പുറത്ത് എന്തൊക്കെ വരണം? അപ്പുറത്ത് വുഡ് വരണം, ഹാവ് വേണം, വേർബിന് മൂന്നാമത്തെ വരണം. അപ്പോൾ ഒന്നുണ്ടോ നോക്കുക. യു വുഡ് നോട്ടിൻ്റെ അത് ലോജിക്കൽ സെൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഹാവ്. ബ്രേക്കാണ് വേർബ് ശരിക്കും. പൊട്ടിച്ചു, ബ്രേക്ക്. അതിൻ്റെ മൂന്നാമത്തെ ഫോം ബ്രോക്കൺ എന്നാണ്. ബ്രോക്ക് മൂന്നാമത്തെ ഫോം ബ്രോക്കൺ ആണ്. ഐ വുഡ്, യു വുഡ് ഹാവ് ബ്രോക്കൺ. മൂന്നും വരണം അവിടെ. സെറ്റാണോ? ഇതാണ് സംഭവം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? എക്സാമ്പിൾ നോക്കാം, നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഇഫ് ഐ ഹാഡ് നോൺ യു ആർ കമ്മിങ് ഐ ഡാഷ് മേക്ക് സം ടീ. ഇഫിൻ്റെ കൂടെ എന്താ ഉള്ളത്? നോ അല്ല, ന്യൂ അല്ല, ഹാഡ് നോൺ ആണ്. ഹാഡ് നോൺ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? PP ആണ്. PP പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. PP വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്ത് ചെയ്യുക? വുഡ് എഴുതി വെക്കുക, പിന്നെ ഹാവ് എഴുതി വെക്കുക, പിന്നെ ഈ വേർബിൻ്റെ മൂന്നാമത്തെ ഫോം മേക്ക്, മെയ്ഡ്. മൂന്നാമത്തത് മെയ്ഡ് തന്നെയാണ്. ഐ വുഡ് ഹാവ് മെയ്ഡ് മതി. മെയ്ക്കൺ എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പം മെയ്ഡ് തന്നെ മതി. അപ്പം ആലോചിച്ച് നോക്കുക. മെയ്ക്കൺ എന്ന് ഞാൻ കേട്ടിട്ടുണ്ടോ? മെയ്ക്കൺ ഇല്ലല്ലോ. അപ്പം പിന്നെ മെയ്ഡ് തന്നെ എഴുതുക. ഓക്കെ, അത്ര ആലോചിച്ചാൽ മതി. കോമൺ സെൻസ്. അല്ലാണ്ട് എല്ലാത്തിൻ്റെയും മൂന്നാമത്തെ ഫോമും രണ്ടാമത്തെ ഫോമൊന്നും ബൈ ഹാർട്ട് പഠിക്കാൻ പോയിട്ട് കാര്യമില്ല. റെഡിയാണ്? ഇഫ് യു ഹാഡ് പ്ലേഡ് വെൽ യു ഡാഷ് വിൻ ദ ഗെയിം. മക്കളെ വീണ്ടും ഇഫിൻ്റെ കൂടെ എന്താ ഉള്ളത്? ഹാഡ് പ്ലേഡ്. പ്ലേ എന്നല്ല, പ്ലേഡ് എന്നല്ല, ഹാഡ് പ്ലേഡ്. PP വീണ്ടും PP. അപ്പം അപ്പുറത്ത് എന്ത് ചെയ്യുക? വുഡ് എഴുതി വെക്കുക, ഹാവ് എഴുതി വെക്കുക. വിന്നിൻ്റെ മൂന്നാമത്തെ ഫോം എന്തായിരിക്കും? വിന്ന് ജയിച്ചെങ്കിൽ വൺ. ഐ വൺ ദ ഗെയിം. ഹാഡ്, വിന്നൺ, വണ്ണൻ ഒന്നുമില്ല. അപ്പം വിൻ തന്നെ മതി, വൺ തന്നെ മതി. ഐ വുഡ്, യു വുഡ് ഹാവ് വൺ ദ ഗെയിം. ഇത്രയുള്ള സംഭവം. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് നിങ്ങൾ സെറ്റാക്കി വെക്കണം. എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ നോക്കിയാൽ ഫസ്റ്റ് കണ്ടീഷൻസ് ഇഫിൻ്റെ കൂടെ പ്രസൻറ്റ് വന്നാൽ വില്ലും ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നുണ്ട്. എന്താണ് മക്കളെ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് ഫോം വേർബിൻ്റെ. ഇനി എപ്പോഴും വില്ല് തന്നെ വരണമെന്നുണ്ടോ? ഇല്ല. വില്ലിന് പകരം ഷാല് വരാം, ക്യാന് വരാം, മേ വരാം. എല്ലാം സെയിം ആണ്. മിക്ക സമയത്ത് വില്ലാണ് ചോദ്യ പേപ്പറിൽ വരിക. പക്ഷേ നാളെ ഷാല് വന്നു കഴിഞ്ഞാൽ അയ്യോ അലക്സ് സാർ ഷാലൊന്നും പഠിപ്പിച്ചില്ലല്ലോ. മക്കളെ വില്ലും ഷാലും ക്യാനും മേ ഒക്കെ സെയിം പോലെ തന്നെയാണ്. ക്ലിയർ ആണ്? അപ്പോൾ ഇഫിനോട് പ്രസൻറ്റ് വന്നാൽ വില്ലും വേർബിൻ്റെ ഇൻഫിനിറ്റീവ് എന്നാണ് വേർബിൻ്റെ V1 ഫോം. നമ്മൾ ഓൾറെഡി പറഞ്ഞു. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ഇഫിൻ്റെ കൂടെ പാസ്റ്റ് ടെൻസ് വന്നു കഴിഞ്ഞാൽ വുഡാണ് വരിക, വില്ലിന് വരെ വുഡാണ് വരിക. ഇനി ഷാലിന് പകരം ഷുഡാണ് വരിക, ക്യാനിന് പകരം കുഡാണ് വരിക, മെയിന് വരെ മൈറ്റാണ്. എല്ലാം വുഡാക്കുക. വുഡ്. വില്ലിനെ വുഡാക്കുക, ഷാലിനെ ഷുഡാക്കുക, ക്യാനിനെ കുഡാക്കുക, മേനെ മാത്രം മൗഡാക്കാൻ പറ്റൂല. അപ്പം മൈറ്റാക്കുക. പിന്നെ വേർബിൻ്റെ ഫസ്റ്റ് ഫോം തന്നെ. അതിൽ വ്യത്യാസമില്ല. വേർബിൻ്റെ ഫസ്റ്റ് ഫോം തന്നെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇവർ രണ്ടുപേരും വേർബിൻ്റെ ഫസ്റ്റ് ഫോം തന്നെ ഉപയോഗിക്കുള്ളൂ. അതിൽ വ്യത്യാസമൊന്നുമില്ല. മൂന്നാമത് എന്താണ്? തേർഡ് കണ്ടീഷൻ. ഇഫ് പ്ലസ് PP വന്നു കഴിഞ്ഞാൽ, PP വന്നാൽ എന്താണ്? വുഡ് വരണം, വുഡിന് പകരം ഷുഡാക്കാം, കുഡാക്കാം, മൈറ്റാക്കാം. പ്ലസ് ഹാവ് വരണം. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? അതാണ് നമ്മൾ പറഞ്ഞ V3 ഫോം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. നാളെ പരീക്ഷയിൽ ഷാൽ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഷാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വില്ല് പോലെയാണ്. ക്യാൻ എന്ന് പറഞ്ഞാലും മേ എന്ന് പറഞ്ഞാലും ഒക്കെ വില്ല് പോലെയാണ്. എന്നാൽ ഷുഡ് എന്ന് പറഞ്ഞാൽ വില്ല് പോലെയല്ല. ഷുഡും കുഡും മൈറ്റൊക്കെ വുഡ് പോലെയാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ ഈ കണ്ടീഷണൽസ് അഥവാ ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞ പരിപാടി സെറ്റാണ്. തീർച്ചയായും നാളെ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ ചോദ്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. നാളെ ഒരു തിയറിയും ഞാൻ പറഞ്ഞു തരില്ല. ജസ്റ്റ് ബെയർ ചോദ്യങ്ങൾ ചെയ്യും. ഇവിടെ ചെയ്ത ചോദ്യങ്ങൾ തന്നെ മതി പരീക്ഷയ്ക്ക്. അതിൽ കൂടുതൽ ചോദ്യങ്ങളൊന്നും ആവശ്യമില്ല. കാരണം ഒരു മാർക്കിനൊക്കെ വരുള്ളൂ. നമ്മൾ കുറേ ഇങ്ങനെ ചോദ്യങ്ങൾ ചെയ്ത് ഇവിടെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കുറേ കാര്യങ്ങൾ ഇന്ന് പഠിക്കാനുണ്ട്, മറ്റു കാര്യങ്ങൾ. പക്ഷേ നാളത്തെ ലൈവിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങളോട് എക്സ്ട്രാ ചെയ്യുന്നതായിരിക്കും. അതും കൂടി കിട്ടിയാൽ പിന്നെ എന്താണ്? നിങ്ങൾ കണ്ടീഷൻസ് മാസ്റ്റർ ചെയ്യും. ഇപ്പം തന്നെ മാസ്റ്റർ ചെയ്തു. ഇത്രയേ ഉള്ളൂ സംഭവം. എങ്കിലും നാളെ കൂടുതൽ ചോദ്യം ചെയ്താൽ ബുദ്ധിമുട്ടില്ലല്ലോ നിങ്ങൾക്ക്. ഉണ്ടോ? ഇല്ല.